അപ്പോൾ നമ്മളെന്തായാലും ഈ വഴി വന്നത് മോശമല്ല കേട്ടോ. നമുക്കിവിടെ ഒരു വ്യൂ പോയിൻ്റ് കാണാൻ പറ്റും. ഈ വ്യൂ പോയിൻറ്റിൻ്റെ പേരാണ് കുണിഞ്ഞി വ്യൂ പോയിൻ്റ്. ഇതേ കാണുന്ന കേട്ടോ നമ്മുടെ കുണിഞ്ഞി പള്ളിയെ തൊട്ടപ്പുറത്തായിട്ട് കുണിഞ്ഞി സ്കൂളൊക്കെ കാണാം. റേഷൻ കട എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് പറഞ്ഞാൽ നമുക്ക് റേഷൻ വിതരണം എന്ന് പറയുന്നത് ഒരു കാർഡുകാരന് ആഴ്ചയിലായിരുന്നു. ഓരോ ആഴ്ചയിലായിരുന്നു റേഷൻ വിഹിതം. ക്രമേണ അത് ആ ആഴ്ച എന്നുള്ള മാസത്തിലൊരിക്കലാക്കി. ആദ്യകാലത്ത് എന്ന് പറയുന്നത് എന്നാന്ന് വെച്ചാൽ എല്ലാ വിഭാഗങ്ങൾക്കും ഒരേ സൈസ് കാർഡായിരുന്നു എല്ലാവർക്കും. അത് കഴിഞ്ഞ് പിന്നീട് അത് ക്രമേണ അത് തിരിവന്നല്ലോ. 2021 പുറത്തിറങ്ങിയ അനുഗ്രഹീതനാണ് എന്ന സിനിമ ഷൂട്ട് ചെയ്തത് ഈ കുണിഞ്ഞിലാട്ടോ. ഇവിടെയായിരുന്നു അതിനകത്തെ മില്ലൊക്കെ ഷൂട്ട് ചെയ്തത്. ഹായ്, ഇജോയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ഗ്രാമമായ കുണിഞ്ഞിലേക്കാട്ടോ. കുണിഞ്ഞിലെ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് നമ്മളിത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുണിഞ്ഞി ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലമാണ്. അതുപോലെ ഒരുപാട് പഴയ രീതിയിലുള്ള കടകളും കാര്യങ്ങളൊക്കെയുള്ള ഒരു ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കുണിഞ്ഞി കേട്ടോ. അപ്പം കുണിഞ്ഞിലെ വീടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തൊടുപുഴ പാലാ റോഡിൽ സഞ്ചരിച്ച് നമ്മളങ്ങനെ നെല്ലാപ്പാറ എന്ന സ്ഥലത്തെത്തി. അവിടെ നിന്ന് ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ കുണിഞ്ഞിക്ക് പോകുന്നത്. ഈ റൂട്ടിൻ്റെ പേര് നെല്ലാപ്പാറ വെള്ളനീക്കിപ്പാറ കുണിഞ്ഞി റൂട്ടാണ്. കോട്ടയം എറണാകുളം ജില്ലകളുടെ അതിർത്തി പ്രദേശമാട്ടോ നമ്മുടെ കുണിഞ്ഞി എന്ന് പറയുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. നിസ്സാര കിലോമീറ്ററുകൾ സഞ്ചരിച്ചാൽ നമുക്ക് കോട്ടയം ജില്ലയിലെയും എറണാകുളം ജില്ലയിലെയും ഈ അടുത്തടുത്ത സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കയറി വന്ന വഴി എന്ന് പറയുന്നത് നമ്മൾ നെല്ലാപ്പാറയിൽ നിന്ന് വെള്ളനീക്കിപ്പാറ വഴിയാണ് നമ്മൾ കുണിഞ്ഞിക്ക് വരുന്നത് കേട്ടോ. വരുന്ന വഴിക്കുള്ള കാഴ്ചകളാണ്. ഇവിടെ മുഴുവൻ നല്ല പച്ചപ്പാണ്. ഒരുപാട് എന്നാ പറയുന്നത് നമ്മുടെ തോട്ടപ്പേർ ഇങ്ങനെ കയറി ഇറങ്ങുന്ന കാഴ്ച കാണാം. നമുക്കിവിടെ ആയിട്ട് നമുക്ക് താഴെയായിട്ട് വലിയൊരു മലനിരകളുടെ കാഴ്ച കാണാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഈ വഴിക്കാണ് ഇനി കുണിഞ്ഞി പോകുന്നത്. നെല്ലാപ്പാറന്ന് ഏകദേശം 4-4.5 കിലോമീറ്ററാണ് ദൂരമുള്ളൂ കേട്ടോ. വേറെ വഴിക്ക് നമുക്ക് കുണിഞ്ഞിക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ വഴിക്കാണ് ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ഈ വഴി വന്നത് മോശമല്ല കേട്ടോ. നമുക്കിവിടെ ഒരു വ്യൂ പോയിൻ്റ് കാണാൻ പറ്റും. ഈ വ്യൂ പോയിൻറ്റിൻ്റെ പേരാണ് കുണിഞ്ഞി വ്യൂ പോയിൻ്റ്. ഇതേ കാണുന്ന കേട്ടോ നമ്മുടെ കുണിഞ്ഞി പള്ളിയെ തൊട്ടപ്പുറത്തായിട്ട് കുണിഞ്ഞി സ്കൂളൊക്കെ കാണാം. അപ്പോൾ ഈ വഴിക്കാട്ടോ നമ്മൾ ഇറങ്ങി വന്നത്. ഇനി നമുക്ക് പോകേണ്ട വഴി എന്ന് പറഞ്ഞത് ഇങ്ങോട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന റോഡെന്ന് പറയുന്നത് രാമപുരത്ത് നിന്ന് കുണിഞ്ഞി വരുന്ന റോഡാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി അല്പം ദൂരം സഞ്ചരിച്ചാൽ നമുക്ക് കുണിഞ്ഞി ടൗണിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ അതേ നമ്മളങ്ങനെ കുണിഞ്ഞി ടൗണിലെത്തിയിരിക്കുകയാണ്. ഈ കാണുന്ന കുരിശുപള്ളിയും കുറച്ച് കടകളും ഓട്ടോറിക്ഷ സ്റ്റാൻഡൊക്കെ ഉള്ള ഒരു ചെറിയ സ്ഥലമാണ് നമ്മുടെ കുണിഞ്ഞി കേട്ടോ. കാണുന്ന റോഡ് കരിങ്കുന്നത്ത് വരുന്ന റോഡാട്ടോ. അപ്പോൾ ഇവിടെയായിട്ട് നമുക്കൊരു ക്ഷേത്രം കാണാവേ. ഇത് തൊട്ടടുത്തായിട്ട് നമുക്ക് ഗവൺമെൻറ് LP സ്കൂൾ കുണിഞ്ഞി എന്ന് പറഞ്ഞ സ്കൂൾ കാണാം കേട്ടോ. നമുക്ക് ആ സ്കൂളിലൂടെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. 1948 സ്ഥാപിതമായ ഒരു ഗവൺമെൻറ് LP സ്കൂളാണ് പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഗവൺമെൻറ് LP സ്കൂൾ കുണിഞ്ഞിയെ. അപ്പോൾ കയറിപ്പോകുന്ന വഴിക്ക് നോക്കി സ്റ്റെപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് പെയിൻ്റൊക്കെ അടിച്ച് അക്ഷരമാലയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗവൺമെൻറ് LP സ്കൂൾ കുണിഞ്ഞി. പഴയ രീതിയിലുള്ള സ്കൂൾ. ഇപ്പോൾ അത് ഷീറ്റൊക്കെ ഇട്ട് പുതിയ രീതിയിലാക്കിയിട്ടുണ്ട്, ഇൻറ്റൻസ് ചെയ്തിട്ടുണ്ട്. കുണിഞ്ഞി ടൗണിൽ വന്ന ശേഷം നമ്മൾ താഴെ സ്കൂളും അതുപോലെ ക്ഷേത്രവും കണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ തിരിച്ച് കയറി വരികയാണ്. കയറി വരുന്ന വഴിയിലെ കാഴ്ചകളായി കാണുന്നത് കേട്ടോ. പുതിയ ടൈപ്പ് കടകൾ നമ്മുടെ ഈ തൊഴിലാ റൂട്ടിലാണ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. കൂടെ ഇവിടെ ബാങ്കൊക്കെ ഉണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ കുണിഞ്ഞി ടൗൺ കേട്ടോ. ഇതുണ്ടോ പഴയ രീതിയിലുള്ള കട്ടിയുള്ള കടകൾ. തൊട്ടപ്പുറത്തായിട്ട് കുണിഞ്ഞി പോസ്റ്റ് ഓഫീസ്. ഇവിടെയൊക്കെ കുറേ കടകൾ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കുണിഞ്ഞിയിലെ കുരിശുപള്ളി. 2021 പുറത്തിറങ്ങിയ അനുഗ്രഹീതനാണ് എന്ന സിനിമ ഷൂട്ട് ചെയ്തത് ഈ കുണിഞ്ഞിലാട്ടോ. ഇവിടെയായിരുന്നു അതിനകത്തെ മില്ലൊക്കെ ഷൂട്ട് ചെയ്തത്. ഇവിടുന്ന് ഒരു 100 മീറ്റർ അപ്പുറത്താണ് കുണിഞ്ഞി പള്ളികൾ കേട്ടോ. അത് ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷനായ സ്ഥലമാണ്. ഇവിടെ നമുക്ക് ഇവിടുത്തെ ഒരു ഹോമിയോ ഡിസ്പെൻസറി കാണാം. ജോസ്. അപ്പോൾ ഈ ചേട്ടാ നമ്മുടെ കുണിഞ്ഞിയെ കുറിച്ച് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? ഇതിന്റെ ചരിത്രത്തെ കുറിച്ചൊക്കെ കുണിഞ്ഞിയെപ്പറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ 51 വർഷമായിട്ട് ഇവിടെ റേഷൻ കടയിലുണ്ട്. 51 വർഷമായിട്ട് റേഷൻ കട റേഷൻ കടയിൽ സ്ഥിരമായിട്ട് ഉണ്ട്. ഞാൻ 1957 കുണിഞ്ഞി തന്നെ ജനിച്ചതാണ്. കുണിഞ്ഞിലാണ് എൻ്റെ വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കി 10 വരെ. ഇവിടെ എത്ര സ്കൂൾ? 10 ഇവിടെ 7 പേരാണ് അന്ന്. ഞാനന്ന് 7 പഠിച്ചിട്ട് പിന്നെ പഠിത്തത്തിൽ പോയാണ് 10 വരെ പാസ്സായത്. പിന്നെ പഠിക്കാൻ പോയില്ല. ഇവിടെ എത്ര സ്കൂളൊക്കെ ഉണ്ട്? ഇവിടെ ഇപ്പോൾ 2 സ്കൂളുണ്ട്. ഒന്ന് അവിടെ താഴെ ഒരു LP സ്കൂളുണ്ട്, ഗവൺമെന്റ് LP സ്കൂള്. താഴെ ആ ഒരു SNDP അമ്പലമുണ്ട്, അതിനോട് ചേർന്ന് ഉണ്ട്. പിന്നെ ഇത് മാലയവൻ രോഗ സ്കൂള് ഹൈസ്കൂളുണ്ട്. 84 ഹൈസ്കൂളായത്. ഞാൻ അതിന് മുമ്പ് ഇവിടുന്ന് പോയല്ലോ. ഹൈസ്കൂളായതാണ്. കുട്ടികളെ കുറവാണ്. കാരണം ഇപ്പൊ എല്ലാവരും ഉന്നത വിദ്യാഭ്യാസമാണല്ലോ ആഗ്രഹിക്കുന്നത്. ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കൊടുക്കണമെന്ന രീതിയിലാണല്ലോ എല്ലാവരും ചിന്തിക്കുന്നത്. അത് കാരണം കുട്ടികളെല്ലാം പുറത്തേക്ക് പോവാണ്. നമ്മുടെ ടൗണൊക്കെ കണ്ടു കഴിഞ്ഞാൽ 90കളൊക്കെ അനുസ്മരിക്കുന്ന രീതിയിലുള്ള ടൗൺ ആണല്ലോ നമ്മുടെ കുണിഞ്ഞി.
ആ ടൗണ് നേരത്തെക്കാലൊക്കെ കുറച്ചുകൂടെ ബിസിനസ് എല്ലാം കുറഞ്ഞു പോയി. അതെന്നാ വെച്ചാൽ ഗതാഗത സൗകര്യങ്ങൾ കൂടിക്കഴിഞ്ഞപ്പോൾ ആളുകൾ പുറത്തേക്ക് പോകാൻ തുടങ്ങി. നേരത്തെ എന്ന് പറഞ്ഞാൽ വണ്ടിയൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ എല്ലാ സൗകര്യം കച്ചവടം ഉണ്ടായിരുന്നു. ജോലി ഉണ്ടായിരുന്നു, റവക്കട ഉണ്ടായിരുന്നു, പിന്നെ ചായക്കട ഉണ്ടായിരുന്നു, എല്ലാ സൗകര്യം ഉണ്ടായിരുന്നു. എല്ലാം തന്നെ കുറഞ്ഞിരിക്കുകയാണ്. കാരണം അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഗതാഗത സൗകര്യം വർദ്ധിച്ചു, ആൾക്കാർ പുറത്തു പോകാൻ തുടങ്ങി. പിന്നെ അതെ, പിന്നെ ഇപ്പൊ എന്റെ ഒരു വീട്ടിൽ തോന്നാലും എങ്ങനെ വന്നാലും 2-3 വാഹനമില്ലാത്ത വീടില്ല. ടൂ വീലറായിട്ടും വണ്ടിയുണ്ട്. ബസ് സർവീസ് ഒക്കെ എങ്ങനെയാ? ബസ് സർവീസ് എന്നാൽ ഇവിടുന്ന് ഇപ്പൊ തൊടുപുഴയ്ക്ക് 3 ബസ് ഇതിലെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. തൊടുപുഴ 3 പ്രൈവറ്റ് ബസ്. ഒരെണ്ണം പടിഞ്ഞാറേ ഭാഗത്തോട് പോകുന്നുണ്ട് ഒരെണ്ണം. പിന്നെ ഇവിടെ ഇരുന്നൊരു കോട്ടയം വണ്ടി ഉണ്ട്. കോട്ടയം ഇവിടുന്ന് സ്റ്റാർട്ടിങ്ങാ, ഇവിടെ ഹാൾട്ട് ചെയ്യുന്നതാ. കോട്ടയം ഉണ്ട്. അത് പോയിട്ട് 1 മണിയാകുമ്പോൾ വരും, വന്നിട്ട് പിന്നെ പോയി വൈകിട്ട് വന്ന് ഹാൾട്ട് ചെയ്യാണ്. സൗകര്യമുണ്ട്. പിന്നെ എന്ന് പറയുന്നത് ഒരു പിന്നെ ആലപ്പുഴ വണ്ടി തൊഴിൽ ട്രാൻസ്പോർട്ട് ഒരെണ്ണം ഈ വഴി കടന്നു പോകുന്നുണ്ട്. രാവിലെ പോകുന്നുണ്ട്, പോയിട്ട് തിരിച്ച് വൈകിട്ട് 6 മണിയാകുമ്പോൾ തിരിച്ച് പോകുന്നുണ്ട്. അതാണ് സൗകര്യങ്ങൾ. പിന്നെ ഷൂട്ടിംഗ് ഒക്കെ ഒരുപാട് വരാറില്ല. ഷൂട്ടിംഗ് വരാറുണ്ട്. ഷൂട്ടിംഗ് എൽസമ്മ എന്ന ആൺകുട്ടി, പിന്നെ എന്റെ വെള്ളിമൂങ്ങ, പിന്നെ സലാം കാശ്മീർ, റിംഗ് മാസ്റ്റർ. എടുത്താലേ? അതെ അതെ. ഇടയ്ക്ക് മറ്റേ നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു പടം വന്നില്ലായിരുന്നു? ഷാറഭാഗാണ് അതെ, അത് പേര് വന്നു. ആ പിന്നെ ഇവിടെ ഇപ്പം ഇവിടെ മോഹൻലാൽ വന്ന ദൃശ്യം 3യുടെ ഭാഗം കുറെ എടുത്തായിരുന്നു. പണ്ടത്തെ കാലം നോക്കി ഇന്നത്തെ കാലം നോക്കുമ്പോൾ നമ്മുടെ ഈ റേഷൻ കടയെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാൻ സാധിക്കുന്നത്. റേഷൻ കട എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് പറഞ്ഞാൽ നമുക്ക് റേഷൻ വിതരണം എന്ന് പറയുന്നത് ഒരു കാർഡുകാരന് ആഴ്ചയിലായിരുന്നു. ഓരോ ആഴ്ചയിലായിരുന്നു റേഷൻ വിഹിതം. ക്രമേണ അത് ആഴ്ച എന്നുള്ള മാസത്തിലൊരിക്കലാക്കി. ആദ്യകാലത്ത് എന്ന് പറയുന്നത് എന്നാന്ന് വെച്ചാൽ എല്ലാ വിഭാഗങ്ങൾക്കും ഒരേ സൈസ് കാർഡായിരുന്നു എല്ലാവർക്കും. അത് കഴിഞ്ഞ് പിന്നീട് അത് ക്രമേണ അത് തിരിവന്നല്ലോ. തിരിവന്നത് അന്ത്യോദയ, BPL, APL അങ്ങനെ തിരിവന്നു. അങ്ങനെ വന്നു. പിന്നെ ഇപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എവിടുന്ന് വേണം റേഷൻ വാങ്ങാം എന്നുള്ളൊരു സംവിധാനം വന്നു, പോർട്ടബിലിറ്റി. അപ്പൊ ഏത് കടയിൽ വെള്ളം പോയി എവിടെ നിന്നുള്ള ആർക്കും വാങ്ങാം, അങ്ങനെ വന്നു. അങ്ങനെ വരുന്നുണ്ട്. കുറെ ആൾക്കാരൊക്കെ പുറത്ത് പോകുന്നവരുണ്ട്. ഈ പണിക്ക് പോകുന്ന ആളിലൊക്കെ പോകുന്ന വഴിക്കൊക്കെ മേടിച്ചോണ്ട് പോരും. അപ്പൊ ഇതിനു വേണ്ടി തന്നെ പോകേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു ഒത്തിരി സൗകര്യം നോക്കുന്നുണ്ട്. കൃഷി എന്ന് പറഞ്ഞാൽ ഇപ്പൊ മെയിൻ റബ്ബറാണ്. മറ്റു കൃഷികളെല്ലാം നിന്നുപോയി. പണ്ടൊക്കെ പറഞ്ഞാൽ ഇഷ്ടം പോലെ കപ്പ കൃഷി ഉണ്ടായിരുന്നു. പിന്നെ ഇഷ്ടം പോലെ കപ്പ കൃഷി. ഇപ്പൊ ഒരു ഡിസംബർ മുതൽ ജനുവരി വരേക്ക് ചെറിയ പാവയിൽ ഇഷ്ടം പോലെ കപ്പ വാങ്ങാൻ വരുമായിരുന്നു. പിന്നെ അതുപോലെ ഇല്ല, ഇപ്പൊ ശല്യമൊന്നുമില്ല. പിന്നെ ഇപ്പം അത് പഴയ ആളില്ല. പഴയ ആളില്ലാത്തതിന്റെ പേരിൽ കുറഞ്ഞു പോയി. പിന്നെ ഇപ്പൊ അങ്ങനെ അത് കുറഞ്ഞു പോയി. പിന്നെ ഇഞ്ചി കൃഷി ഒന്നും ഇല്ല ഇപ്പൊ. അതുപോലെ ഇവിടെ ഒത്തിരി നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ഈ കർക്കണ്ടാട്ടിലൊക്കെ ഉണ്ടായിരുന്നോ, അതും ഇപ്പൊ ഇല്ല. ഇപ്പോഴെന്ന് പറയുന്നത് എല്ലാവരും റബ്ബർ വെക്കുക. പിന്നെ ഈ കന്നാര കൃഷിക്കാരുള്ളതുകൊണ്ട് കന്നാരക്കാര് പാടത്തിലെടുത്തോളും, റബ്ബർ വെച്ച് കൊടുത്തോളും. പിന്നെ ഒന്നാമത് പണിക്കാരെ കിട്ടാനില്ല ഇപ്പൊ. നമുക്കൊരു പോസ്റ്റ് ഓഫീസ് കാണാൻ പറ്റില്ല. അത് ഏത് വർഷം? പോസ്റ്റ് ഓഫീസ് 1965 ഒക്ടോബർ മാസം 11-ാം തീയതി ആരംഭിച്ചതാണ്. 1965. 61 വർഷത്തോളം ആയല്ലേ? അത്ര വർഷം പഴക്കമുള്ളതാണ്. അതെ. ലൈബ്രറി 59 വന്നു. ഈ കുണിഞ്ഞി വന്നാൽ നമുക്ക് എന്തൊക്കെ കാണാനുള്ള വ്യൂ പോയിന്റോ കാര്യങ്ങളോ എന്തൊക്കെ? വ്യൂ പോയിന്റ് മലയിലെടുത്ത് എവിടെ വെള്ളനിക്കിപ്പാറല്ലേ പോണ വഴിക്ക് ആ മഞ്ഞ് കാണുന്ന ഭാഗത്തില്ലേ? അപ്പൊ ഞാൻ ആ വഴിക്ക് ഇറങ്ങി വന്നേ. അപ്പൊ ഈ കാണുന്ന വഴിയിലൂടെ നമുക്ക് സെന്റ് ആന്റണീസ് ചർച്ച് കുണിഞ്ഞിലേക്ക് പോകാം കേട്ടോ. ഇവിടെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തതാണ്. നമുക്ക് എൻ്റെ ഫ്രണ്ട് വശത്തൊക്കെ പോകാം. അതിൻ്റെ ബോർഡൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങി വന്ന വെള്ളനിക്കിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം അവിടെയാണ്. അവിടെ നിന്നാണ് നമ്മൾ ഈ പള്ളിയെല്ലാം കണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇറങ്ങി ടൗണെല്ലാം കണ്ട് അവിടുത്തെ ചേട്ടനോട് വർത്താനമൊക്കെ പറഞ്ഞ് അപ്പോൾ അതേ നമ്മളിവിടെ ഒരു ബോർഡിൻ്റെ അടുത്ത് എത്തി കേട്ടോ. ഇതേ കാണുന്ന വഴിക്കാണ് രാമപുരം പാലായൊക്കെ പോകുന്നത്. അതുപോലെ ഈ വഴിക്ക് കൂത്താട്ടോളം, മാറിയ, മൂവാറ്റുപുഴയൊക്കെ പോകാതെ. അപ്പോൾ ഇവിടെയാണ് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത നമ്മുടെ സെൻറ്റ് ആൻ്റണീസ് ചർച്ച് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ പോലെ വെള്ളിമൂങ്ങ, എൽസമ്മ എന്ന ആൺകുട്ടി, ദൃശ്യം 2, അതുപോലെ സലാം കാശ്മീർക്ക് ഷൂട്ട് ചെയ്ത പള്ളിയാണ് നമ്മളിപ്പോൾ ഈ കാണാൻ പോകുന്നത് കേട്ടോ. ഈ അടുത്ത കാലത്തായിട്ട് മമ്മൂട്ടിയുടെ കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫ്രണ്ട് വ്യൂ. ഈ സ്റ്റെപ്പ് കയറി വേണം പള്ളിയിൽ ചെല്ലാൻ. ഇത് ഇവിടുത്തെ ഒരു ഹൈസ്കൂൾ ആട്ടോ, സെൻറ്റ് ആൻ്റണീസ് ഹൈസ്കൂൾ കുണിഞ്ഞി. ഇപ്പോൾ ഈ കാണുന്നതാണ്. ഈ കാണുന്ന സ്റ്റേജിൽ വെള്ളിമൂങ്ങ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് കാണുന്നതാണ് ഇവിടുത്തെ സ്കൂൾ കേട്ടോ. തൊട്ട് താഴെ ആ സ്കൂളിൻ്റെ ബാക്കി കെട്ടിടങ്ങളാണ്.
അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ കുണിഞ്ഞി എന്ന് പറയുന്ന ഗ്രാമത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബായ്.